യേശു അപ്പച്ചൻ യെരുശലേം ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ കച്ചവടക്കാരെ പുറത്താക്കുന്നത് പെട്ടെന്നുണ്ടായിരുന്ന ദേഷ്യം കൊണ്ടായിരുന്നു. അല്ല. മർക്കോസിന്റെ 11:11 ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒന്നാം ദിവസം യേശു അപ്പച്ചൻ ദേവാലയത്തിൽ ചെന്ന് അവിടെ നടക്കുന്ന അഴിമതികളെല്ലാം ശാന്തമായി കണ്ടു. പക്ഷേ അവരോട് വഴക്കിടാതെ മടങ്ങിപ്പോയി. ഒരു റിയാക്ഷനും നടത്തിയില്ല. അതിനുശേഷം പ്രാർത്ഥനയ്ക്കും ചിന്തയ്ക്കും ശേഷം എടുത്ത വളരെ വ്യക്തമായ ഒരു തീരുമാനമായിരുന്നു പിറ്റേ ദിവസം യേശു അപ്പച്ചൻ ആ ബിസിനസ്സുകാരെ പുറത്താക്കുന്നത്. മർക്കോസ് 1:35 പറയുന്നത് പോലെ പുലർച്ചെ എഴുന്നേറ്റ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചിച്ച് ഉറപ്പിച്ചാണ് യേശു അപ്പച്ചൻ ആ ചുവട് വെച്ചത്. പ്രാർത്ഥനയിലൂടെ കിട്ടിയ വ്യക്തമായ ഉത്തരമായിരുന്നു ആ ശുദ്ധീകരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു അപ്പച്ചൻ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കിയെന്ന്. ചമ്മട്ടി ഉണ്ടാക്കാൻ സമയമെടുക്കും. അതായത് അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല. നമ്മളാണെങ്കിൽ ഒരു പ്രശ്നം കണ്ടാൽ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യും, ദേഷ്യപ്പെടും. എന്നാൽ യേശു അപ്പച്ചൻ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കരുത് എന്നാണ്. പ്രാർത്ഥിക്കുക, ദൈവഹിതം തിരിച്ചറിയുക, എന്നിട്ട് കൃത്യമായി പ്രവർത്തിക്കുക. പ്രാർത്ഥനയോടെ ആകട്ടെ നമ്മുടെ തീരുമാനങ്ങൾ.